മുളക് അരക്കാൻ വേണ്ടി പോണു. അപ്പം ഞാനത് എടുത്ത് കണ്ടിട്ട് ഞാൻ അരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പോയി. അപ്പം അരക്കണോടത്തുനിന്ന് കണ്ടിരിക്കണ ഞാൻ അറളണ് ഇത് ഭീമാനം താഴത്തേക്ക് വീണിട്ട് പിന്നെ കണ്ണിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. അപ്പം എനിക്ക് പേടിയാവണം. ഒരു കാര്യം ഓർമ്മയില്ല എനിക്ക് 25 കൊല്ലത്തിലെടുക്കും. ഈ യാത്ര നിറഞ്ഞ പകലിലേക്കാണ്. കാറ്ററിഞ്ഞ്, വെയിലറിഞ്ഞ്, പുൽനാമ്പുകളും മണൽത്തരികളും തൊട്ടറിഞ്ഞ്. ഇപ്പം നമ്മൾ പോകുന്നത് തോട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സിനാത്താൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു തോടുള്ള കാര്യം അറിയോ? അതന്നെ, ആ തോട്ടിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ 2-3 പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഇല്ല, അത് കുത്താനൊന്നും വരില്ല. ഇപ്പോൾ വെളിച്ചം ഉണ്ടോ? നല്ല വെളിച്ചം. അത് വെയിലാണ്. ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! വളരെ അസാധാരണമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മളത് ആദ്യം അറിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്. വർഷങ്ങളായിട്ട് സൂര്യപ്രകാശം കാണാതെ, വർഷങ്ങളായിട്ട് ബന്ധുക്കൾ, ചെറിയ കുട്ടികളടക്കം അവരുടെ മുഖം കാണാതെ തികച്ചും ഒറ്റപ്പെട്ടിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും തികച്ചും ഒറ്റപ്പെട്ട് ചുറ്റും മതിലുകൾ പണിതിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടത്. ഒരു മാനസിക രോഗം അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒന്നിലോ സമൂഹം ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ മാർഗം സ്വയം സ്വീകരിച്ച ആൾക്കാർ. ഇതാണ് മാനസിക രോഗത്തിൻ്റെ ഒരു വലിയൊരു ഡയമെൻഷൻ. അപ്പോൾ പലതുകൊണ്ടും സിംബോളിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. അന്ധത എന്നുള്ള അതൊരു മെറ്റഫോർ തന്നെയായിട്ട് നമുക്ക് കാണാം. ഇരുട്ടിൽ വെളിച്ചത്തിൻ്റെ ഒരു തരി പോലും വിലക്കി 25 ആണ്ട്. ഉമ്മ മുളക് അരക്കാൻ വേണ്ടി പോണു. അപ്പം ഞാനത് എടുത്ത് കണ്ടിട്ട് ഞാൻ അരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പോയി. അപ്പം അരക്കണോടത്തുനിന്ന് കണ്ടിരിക്കണ ഞാൻ അറളണ് ഇത് ഭീമാനം താഴത്തേക്ക് വീണിട്ട് പിന്നെ കണ്ണിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. അപ്പം എനിക്ക് പേടിയാവണം. ഒരു കാര്യം ഓർമ്മയില്ല എനിക്ക് 25 കൊല്ലത്തിലെടുക്കും. 2 കണ്ണുകൊണ്ട് ചിമ്പിപ്പോയി ആ ഇളക്കത്തിൽ. അവൾക്ക് എടുക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഒരു സാധനം അവൾ വെപ്പിക്കൂല, ഒന്നും ചെയ്യിക്കൂല, നമ്മളാണ്ട് കടത്തിക്കൂല, ഡോറടച്ചിട്ടിട്ടായിരുന്നു ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ എന്ത് വെച്ചാലും എന്ത് ചെയ്താലും ഒന്നും അവൾക്കൊരു കുഴപ്പമില്ല, ഒക്കെ എല്ലാതും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം മാറിയിരിക്കുന്ന തന്നെ വളരെ വളരെ മാറ്റമാണ്. അതിന് ഞങ്ങൾ ക്ലിനിക്കിനോടും അവിടുത്തെ സ്റ്റാഫുകാരോടും ഡോക്ടറോടും ഞങ്ങൾ 1000 നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് തീരാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഈ അവസ്ഥ ആയി കിട്ടിയത്. ഒരു നാട് ഒന്നായി കൂട്ടിരുന്നപ്പോൾ ആരും നനയ്ക്കാതെ പതുക്കെ വെളിച്ചം.
സേനാത്ത ബുധനാഴ്ച ഡേ കെയറിനല്ലേ? ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച 3 ദിവസം വരണല്ലേ? ഇപ്പോൾ ബുധൻ വ്യാഴം വെള്ളി തിങ്കൾ ഈ 3 ദിവസം കൃത്യമായിട്ട് സേനാത്ത ഓർമ്മിച്ചിരിക്കുന്നുണ്ട്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മുമ്പ് നമ്മൾ വന്നിട്ട് സേനാത്താനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകലായിരുന്നു തിങ്കളാഴ്ച ദിവസങ്ങളിൽ OPDയിൽ. ഈ അവസ്ഥയിലായിരുന്നില്ല സേനാത്ത ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് വരുന്ന സമയത്ത് സേനാത്ത ഇതേപോലെ ഒരു ഇരിക്കുകയാണെങ്കിലും പുതപ്പ് ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത് നമുക്ക് തോന്നൂല. കാരണം വെച്ചാൽ അത്രയും 3-4 തുണികളും അതിൻ്റെ മുകളിൽ പുതപ്പൊക്കെ ഇട്ടിട്ട് മൂടിയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഭക്ഷണം കൊടുക്കുക വെച്ചാൽ പുതപ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കഴിച്ചിട്ട് പ്ലേറ്റ് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് തരും. നിറങ്ങൾ വീണ്ടെടുക്കുക എളുപ്പമല്ല. ഭ്രാന്തെന്ന് മുദ്രകുത്തപ്പെട്ടവരുടെ ജീവിതമാകുമ്പോൾ മുഖം തിരിക്കാൻ എളുപ്പവുമാണ്. കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിലും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് ജീവിക്കാൻ വേണ്ട ഒരു ട്രെയിനിങ്ങാണ് ഇപ്പോൾ നമ്മൾ ഡേ കെയറിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലിനിക്കിൽ വന്നാൽ ഓട്ടോ ഒന്ന് ഇറങ്ങി ക്ലിനിക്കിലെത്തി മുകളിലേക്ക് കയറുന്നത് തൊട്ട് തനിയെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാനും അത് തപ്പി തടഞ്ഞ് വന്ന് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാനും എടുക്കേണ്ടത് എടുക്കാനും വേണ്ട ട്രെയിനിങ്ങാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റി സൈക്കാട്രി പദ്ധതി പുതിയ മാനങ്ങൾ തീർക്കുകയാണ്. വർഷം മുൻപ് ഇവിടുത്തെ ഈ ക്ലിനിക്ക് നമ്മൾ തുടങ്ങിയ മൂന്നാമത്തെ ക്ലിനിക്കാണ്. അന്ന് ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും നമുക്ക് യാതൊരു തീർച്ചയുണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ചെങ്കിലും രോഗികൾക്ക് ഗുണം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് ഇത് ഒരു ഏറ്റെടുക്കലാണ്. കാരണം ഞങ്ങളൊരു 10-ൽ താഴെ ആൾക്കാരാണ് ഇതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളൂ. ഈ 10 ആൾക്കാർ 32 സ്ഥലങ്ങളിൽ ഇപ്പോൾ അടുത്ത് 2000-ഓളം പേഷ്യൻസ് ആകും. ഇത്രയും അധികം ആൾക്കാർക്ക് ഈ 10 പ്രൊഫഷണൽസ്, ഒരു ഡോക്ടറും അധിക സമയം ഒരു ഡോക്ടർ ഉണ്ടായിട്ടുള്ളൂ. ആദ്യകാലങ്ങളിൽ 2 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെറിയ ടീമിന് ഇത്രയും ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള മാനസിക രോഗ ചികിത്സയും പുനരധിവാസവും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആരോ ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. സമൂഹം തന്നെയാണ്. 400 വോളണ്ടിയർമാരാണ് തികച്ചും സെൽഫ്ലെസ് ആയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ ഒരു ക്ലിനിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ ഒതുങ്ങി നിന്നിട്ടില്ല. കാരണം ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ രംഗത്തുള്ള പ്രൊഫഷണൽസിൻ്റെ അഭാവം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസുമായിട്ട് ചേർന്നിട്ട് നമ്മൾ സോഷ്യൽ വർക്കർമാരെയും സൈക്കോളജിസ്റ്റുമാർക്കും മാസ്റ്റേഴ്സ് ലെവലിൽ MA ലെവലിൽ 2 വർഷത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സസ് നമ്മൾ കോഴിക്കോട്ട് നിന്ന് ഓഫർ ചെയ്യാൻ തുടങ്ങുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാൽവെപ്പായിട്ട് നമ്മൾ കാണുന്നു. അഞ്ചു വർഷം, 3 ജില്ലകളിൽ 30 ക്ലിനിക്കുകൾ, 2000-ഓളം പേർക്ക് ചികിത്സ. ഇത് സാധ്യമാക്കുന്നത് 400-ൽ പരം സന്നദ്ധ പ്രവർത്തകർ. ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ട് ഇത്രയും ശല്യമായിട്ട് നാട്ടുകാരെ ശല്യം ചെയ്യുന്ന ഒരാളെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതൊരു ആരോഗ്യമുള്ളൊരു മനുഷ്യനെ അവനൊക്കെ ഇത്രക്കും മാനസിക രോഗത്തിന് അടിമയായിട്ട് പെട്ട് അവനൊക്കെ ജീവിതം നഷ്ടപ്പെട്ടു പോണേക്കാളും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു നല്ലൊരു ആത്മസംതൃപ്തിയാണ്. പിന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ചങ്ങലക്ക് വരെ ഇട്ടുന്ന പേഷ്യൻ്റാണ്. അവനിക്കിപ്പോൾ ഇവിടുത്തെ ക്ലിനിക്കിൽ ചികിത്സ വന്നിട്ട് വളരെ മാറ്റം തന്നെ, വളരെ മാറ്റമാണ്. രോഗം ദാരിദ്ര്യത്തോടൊപ്പമാകുമ്പോൾ ദുരിതങ്ങൾക്ക് കടലാഴം. ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചികിത്സിച്ചു. എൻ്റെ ഭർത്താവ് കടൽ പണിക്കാരനാണ്. എത്ര ശതമാനം കിട്ടുന്നുണ്ടോ കടലിൽ നിന്ന്, അപ്പോഴേക്ക് കുട്ടി പ്രകൃതി മാറുന്ന പറഞ്ഞാൽ കുട്ടിക്ക് ശരിക്കും സംസാരം
ഇല്ലാത്ത പോലെ ഏത് സമയത്ത് അപസമാരോ ഏത് സമയത്ത് വീട്ടിലുള്ളവരെ ചീത്ത അറിയുക, അടുത്തുള്ളവരെ ചീത്ത അറിയുക, കൈയും കാലും ഞങ്ങൾ കെട്ടിയിടൽ അവസ്ഥയിലേക്ക് എത്തി. ഒറ്റപ്പെടൽ, ചികിത്സ, പണം, നിലയില്ലാതെ ജീവിതം. എവിടുന്നൊക്കെ കടം കിട്ടാണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ കടം വാങ്ങിച്ചു. ഇനി അവരും തരാനുമില്ല, ഞങ്ങൾ കൈ നീട്ടാനുമില്ല. അത്തരത്തിലായപ്പോൾ ഞങ്ങൾ മതിയെന്ന് പറഞ്ഞിട്ട് സ്വയം തീരുമാനിച്ച്. അപ്പോൾ അതിലെടുക്ക് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കും, അവളെ എന്തെങ്കിലും ചെയ്യാം, ഞാനും വല്ലതും ചെയ്യാം. കരുതലോടെ ഒപ്പം നടക്കാൻ സമൂഹം കൈകോർക്കുമ്പോഴാണ് ഇവിടെ ജീവിതങ്ങൾ വീണ്ടും തളിർക്കുന്നത്. പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സാറിൻ്റെ കഴിയിൽ കിട്ടിയ അന്ന് മുതൽ 3ാമത്തെ വർഷമാണ് ആ സാറ് ചികിത്സിക്കുന്നത്. ഇതുവരെക്കും എനിക്ക് നല്ലതേ പറയാനുള്ളൂ. സാറിനെ അതിൽപ്പെട്ട എല്ലാവരെയും ഞാൻ അത്രയും ദൈവത്തെ സ്നേഹിക്കണ പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവരെ. അതായത് എൻ്റെ കുട്ടിക്ക് 80% അസുഖത്തിനും കുറവാണ്. ഈ നിറങ്ങൾക്ക് എന്തൊരഴക്, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം.